CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്നറിയാം. ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനുള്ള പാർട്ടി നേതൃയോഗം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. M പ്രകാശൻ, KK രാഗേഷ് എന്നിവരുടെ പേരുകളാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, തുടക്കത്തിൽ 3 പേരുകൾ ഉണ്ടായിരുന്നു. രാജേഷിന്റെ പേര് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 2 പേർ എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? നേതൃയോഗം ആരംഭിച്ചിട്ടുണ്ടല്ലോ. അനുജ, അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത നേതൃയോഗം, അതായത് ജില്ലയിലെ സംസ്ഥാന സമിതി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള നേതൃയോഗം അവസാനിച്ചു. ആ നേതൃയോഗത്തിന് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അല്പസമയം മുമ്പ് ജില്ലാ കമ്മിറ്റി യോഗവും ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് കണ്ണൂരിലെ CPMനെ നയിക്കാൻ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. രാജ്യത്ത് തന്നെ CPMൻ്റെ ഏറ്റവും വലിയ ഘടകമാണ്, ഏറ്റവും ശക്തമായ ഘടകമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. ആ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ നയിക്കാൻ ആരാണ്, പുതിയ സെക്രട്ടറി ആരാണ് എന്നതാണ് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രധാനപ്പെട്ട ചില പേരുകൾ കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രഥമ പരിഗണനയിലുള്ളത് ഒന്ന് സംസ്ഥാന സമിതി അംഗവും അതോടൊപ്പം തന്നെ നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിൻ്റെ പേരാണ്. അതോടൊപ്പം തന്നെ M പ്രകാശൻ, പനോളി വത്സൻ്റെ പേരുകൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ള പേരുകളിൽ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പനോളി വത്സൻ. കണ്ണൂർ ജില്ലയിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരുകൂടി ഇപ്പോൾ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. മറ്റ് M പ്രകാശിൻ്റെയും അതോടൊപ്പം തന്നെ KK രാഗേഷിൻ്റെ കൂടി പേരുകൾ ഉയർന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാകും. മുഖ്യമന്ത്രി ഒരുപക്ഷെ, അതായത് KK രാഗേഷ് പ്രൈവറ്റ് സെക്രട്ടറിയാണ്, അതിൽ നിന്നും അദ്ദേഹത്തെ ഈ സജീവ സംഘടനാ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ജില്ലയുടെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായും KK രാഗേഷ് ജില്ലാ സെക്രട്ടറിയായി എത്താനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം വരും. ആ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. നിലവിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി, അതായത് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയതായി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താം, അതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്താം എന്നതായിരുന്നു പാർട്ടി തീരുമാനിച്ചത്. അതിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ ജില്ലാ നേതൃയോഗങ്ങൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം എത്തും. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആര് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള പാർട്ടി നേതൃയോഗം തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും അടക്കം ഉള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ M പ്രകാശൻ, KK രാഗേഷ്, കൂടാതെ പനോളി വത്സൻ എന്ന പേരുകൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്ന വിവരമാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.